ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞങ്ങളും പുതിയ വീട്ടിലേക്ക് മാറുകയാണ്. പുതിയ വീടെന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾ ഇപ്പോൾ വാടക വീട്ടിലായിരുന്നു. വാടക വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് വീടൊന്നും ആയിട്ടില്ല കേട്ടോ. പിന്നെയും ഒരു വാടക വീട്ടിലേക്കാണ് പോണത്. അതായത് ഇപ്പം ഞങ്ങൾ നിന്നിരുന്നത് തീരെ ഒരു ചെറിയ വീട്ടിലായിരുന്നു. അതിൽ നിന്ന് കുറച്ചും കൂടി സൗകര്യമുള്ളൊരു വീട്ടിലേക്ക് മാറാമെന്ന് കരുതി അങ്ങനെ അവിടുന്ന് മാറുകയാണ്. അപ്പം ഇതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് എല്ലാ കാര്യങ്ങളും പാക്ക് ചെയ്ത് കവറിലൊക്കെ ആക്കി ബാഗിലൊക്കെ ആക്കി ഇതൊക്കെ ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ശീലമില്ലാത്തതാണ്. ആദ്യമായിട്ടാണ് നമ്മളൊരു വാടക വീട്ടിലൊക്കെ നിൽക്കുന്നത്. ആ വാടക വീട്ടിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അത് അതിലേറെ ബുദ്ധിമുട്ട്. എല്ലാ കാര്യങ്ങളും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഫുള്ളെടുത്ത് പാക്ക് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ചൊറ പിടിച്ച കാര്യം. എങ്കിലിപ്പോൾ ചെയ്തല്ലേ പറ്റുള്ളൂ, നമുക്ക് പോയല്ലേ പറ്റുള്ളൂ, ഇവർക്ക് തൊഴിഞ്ഞു കൊടുത്തേ പറ്റുള്ളൂ. എന്നിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും സെറ്റാക്കി രാത്രി വീട്ടിൽ നിന്ന് ആ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇനിയുള്ളത് ബാക്കിയുള്ളത് ഫാന്, TV അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ നമ്മൾ രാവിലെ ഊരി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊന്ന് രാവിലെ ആദ്യത്തെ വീട് പെയിൻ്റ് അടിച്ച് തന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് കുറച്ച് വൃത്തിയായിട്ട് കിടക്കുന്നൊരു വീടായിരുന്നു. ഈ ഒരു വീടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേസുള്ളൊരു വീടാണ്. അടുക്കളയും ബാത്റൂമും ഒക്കെയാണ് കുറച്ച് സ്പേസ് കുറവുള്ളത്. അല്ലാതെ നല്ല പിന്നെന്താ ഇവിടെ വന്നപ്പം ഇവർ പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് കണ്ട ഒരു പുതിയ വീട് പോലെ തോന്നും. അതുകൊണ്ട് തന്നെ അധികം പഴക്കമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു പുതിയ വീട് എന്നുള്ള രീതിയിൽ നമുക്ക് നല്ല രീതിയിലൊന്ന് നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീടെടുത്തത്. വലിയ വാടകയൊന്നും ഇല്ല, ഇതുപോലെ ചെറിയ വാടകേൻ്റെ ഒരു വീടാണ്. അങ്ങനെ നമ്മളിവിടെ എല്ലാം കൊണ്ടുവന്ന് എല്ലാം ഒന്നും സെറ്റാക്കിയിട്ടൊന്നുമില്ല, ജസ്റ്റ് കൊണ്ടുവന്ന് ഇറക്കി വെച്ചത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ തറയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടു. സാധനങ്ങളൊക്കെ ഇവിടെ ഒരു റൂമിലാക്കി വെച്ചിരിക്കുകയാണ്. ബാക്കി റൂമുകളൊക്കെ എല്ലാ കാര്യങ്ങളും ഒന്ന് തുടച്ച് വൃത്തിയാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ കയറി വന്നതല്ലേ, അതുകൊണ്ട് തന്നെ ഒന്ന് പാല് കാച്ചിയിരുന്നു. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പാല് കാച്ചി പിന്നെ നമ്മൾ ചോറ് വെച്ചിരുന്നു, കറി വെച്ചിരുന്നു. അങ്ങനെ കുറച്ച് നമ്മളൊരു പുതിയ വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും അന്ന് തന്നെ ചെയ്യണമല്ലോ. അങ്ങനെ പാല് കാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് വന്നത്. വീട്ടിലേക്ക് വന്ന് പാല് കാച്ചും ചോറും കറിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. എന്നിട്ട് നമ്മളിവിടെ നിന്ന് കഴിക്കുകയൊക്കെ ചെയ്തു. വേറെ ആരുമില്ല, ഞാനും ഹസ്ബൻഡും മോളും മാത്രമേ ഉള്ളൂ. വേറെ നമ്മുടെ കൂടെ ഒന്നുമില്ല. അപ്പം ഇതായിരുന്നു ഇന്നത്തെ വിശേഷം. ഈ ഒരു മാസം തുടക്കമായിരുന്നു. അപ്പം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നാണ്. സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു.